ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കുട്ടാപ്പനെയും കൊണ്ട് പുറത്തേക്ക് പോവാണ്. അപ്പോൾ വെക്കേഷനൊക്കെ സ്റ്റാർട്ടായി. ഇനിയിപ്പോൾ അവന് കംപ്ലീറ്റ് ബോറടി ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഇനി ഫുൾ ടൈം അവൻ ടേക്ക് കെയറിലായിരിക്കും. അപ്പോൾ അവനൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുട്ടാപ്പനെയും കൊണ്ട് പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഫസ്റ്റ് അവൻ പറഞ്ഞത് ബർഗർ കഴിച്ചിട്ട് ഇനി എവിടേക്കെങ്കിലും പോയാൽ മതി എന്നാണ്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ബർഗർ ഹബിലേക്കാണ് പോകുന്നത്. കുട്ടാപ്പൻ സാവിചേട്ടനെ മുമ്പ് അവിടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോണത്. അപ്പോൾ നമുക്ക് അടുത്തുമാണ്, തൃശ്ശൂർക്ക് എത്തും വേണ്ട. അപ്പോൾ നമുക്ക് മീൻസ് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല റോട്ടിൽ. അപ്പോൾ അതേപോലെ തന്നെ 2 വീലർ എടുത്തിട്ടാണ് പോയത്. അപ്പോൾ ഇതേ നമ്മൾ ബർഗർ ഹബിലേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ചിരുന്നു അന്നൊരു ഹോളിഡേ ആയിരുന്നു, അപ്പോൾ സ്ഥലം ഉണ്ടാവോ പാർക്ക് ചെയ്യാനൊക്കെ ഒരു ഡൗട്ടൊക്കെ ആയിട്ടാണ് പോയത്. പക്ഷെ അത്യാവശ്യം സ്ഥലം ഉണ്ടായിരുന്നു പാർക്കിങ്ങിന്. പിന്നെ പുറത്തും സീറ്റിംഗ് സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ അകത്ത് കയറിയപ്പോൾ അവിടുത്തെ ഒരു ആംബിയൻസ് സൂപ്പറായിരുന്നു. നല്ല ലൈറ്റിങ്ങും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും, വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടുത്തെ സീറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര വെച്ചാൽ അടുപ്പിച്ചല്ല, ഇത്തിരി ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് നല്ല സ്പേഷ്യസ് ആയിരുന്നു അതിൻ്റെ അകം എന്ന് പറയണത്. പിന്നെ കുട്ടാപ്പ് കുറേ നേരം വെയിറ്റ് ചെയ്തു. നമ്മൾ ബർഗർ ഓർഡർ ചെയ്തിട്ട് ഒരു 15 മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതാണ് നമുക്കൊരു ഡിലേ വന്നത്. പിന്നെ കുട്ടാപ്പം മെനു കാർഡ് തിരിച്ചു മറിച്ചൊക്കെ നോക്കി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ സ്റ്റാഫ്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അവരുടെ പണികളൊക്കെ ഓടി നടന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കുട്ടാപ്പം അതൊക്കെ ഇരുന്ന് വാച്ച് ചെയ്യാണ്. അങ്ങനെ കുറേ നേരം ഇരുന്നപ്പോൾ അവന് ബോറടിച്ചപ്പോൾ എപ്പോഴാണ് വരണേ അമ്മ ബർഗർ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ഓർഡർ എത്തിയിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ ലൈം ജ്യൂസും കൂടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതല്ല ഒരു തമാശ എന്ന് പറഞ്ഞാൽ, പകുതി എത്തിയപ്പോൾ ആ ലൈം ജ്യൂസ് കുട്ടാപ്പൻ്റെ കൈ തട്ടി തന്നെ പകുതിയും പോയി. പിന്നെ ആ ബാക്കി പകുതിയാണ് ഞങ്ങൾ 3 പേരും ഷെയർ ഇട്ട് കുടിച്ചത്. പിന്നെ ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ കുറേ ക്വാണ്ടിറ്റി സാധനങ്ങൾ അങ്ങോട്ട് വാങ്ങിക്കില്ല. കുറച്ച് വാങ്ങിച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുക. കാരണം വെച്ചാൽ കുട്ടാപ്പ് അധികം കഴിക്കില്ല. വലിയ കാര്യത്തിൽ അവൻ ഓർഡർ ചെയ്യാൻ പറയുമെങ്കിലും പക്ഷെ അവൻ കുറച്ചേ കഴിക്കുള്ളൂ. ഞാനായാലും കുറച്ചേ കഴിക്കുള്ളൂ. പിന്നെ സാവ്യ ചേട്ടൻ നോൺ വെജ് കഴിക്കില്ല. അത് കാരണം സാവ്യ ചേട്ടനും കൂടി കഴിക്കാൻ പറ്റുന്നത് ഞങ്ങളൊന്ന് ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി വാങ്ങിച്ചിട്ട് ഷെയർ ചെയ്യുക ചെയ്യാട്ടോ. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മടുക്കും ചെയ്യും, നമ്മുടെ കാശും പോവും. പിന്നെ ഫുൾ കഴിക്കാനും പറ്റില്ലെങ്കിൽ അതൊരു കുറ്റബോധമാവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു സെക്ഷൻ സാവിചേട്ടൻ മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു കോൺഫിഡൻസാണ് സാവിചേട്ടനും കൂടി തീർക്കാം എന്ന് പറഞ്ഞത്. അങ്ങനത്തെ കുട്ടാവ് ഭയങ്കരമായിട്ട് സമയമെടുത്ത് ആസ്വദിച്ചിട്ടാണ് ബർഗർ കഴിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി. അപ്പോഴേക്കും ഒരു 6:30-7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴും നമുക്കധികം തിരക്ക് അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അധികം ആയിട്ടില്ല എന്ന് തോന്നുന്നു ഇത് ഓപ്പണായിട്ട്. പിന്നെന്താ, അവിടുത്തെ സർവീസൊക്കെ നല്ലതായിരുന്നു. അപ്പോൾ ഈ ലൊക്കേഷൻ വരണത് കുരിയച്ചിറയിലാണ്. നെഹ്റു നഗർ സ്ട്രീറ്റ് എത്തുന്നേക്കാളും മുൻപാണ്.